പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവനൊരു പുണ്യവാനും അവൾക്കൊരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോളയെ വിശുദ്ധനാക്കി മാറ്റിയ ചിന്തയായിരുന്നു ഇത്. നിസ്സാരമായിട്ട് നമ്മളിങ്ങനെ കൂളായിട്ട് എല്ലാ വർഷങ്ങളിലും ധ്യാനിച്ചു പോകുന്ന പല പ്രസംഗങ്ങളിലും നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്, അവന് ഒരു വിശുദ്ധനും അവൾക്കൊരു വിശുദ്ധയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ. പക്ഷേ നിസ്സാരമായ ഒരൊറ്റ ദിവസം കൊണ്ട് മാറിമറിഞ്ഞ കാര്യമായിരുന്നില്ല, ഉള്ളിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമായിരുന്നില്ല ഇത്. വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്ന ഫാൻറ്റസി മോഡല് കാര്യങ്ങൾ, തങ്ങളെ ഇങ്ങനെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ, മാസ്മരികത നിറഞ്ഞ ലേഖനങ്ങളൊക്കെ വായിച്ചിരുന്ന ഒരാളായിരുന്നു ഇഗ്നേഷ്യസ്. അദ്ദേഹം ഇങ്ങനെ അത്രയ്ക്ക് നല്ലൊരു വായനക്കാരനാണ്. അത്രയ്ക്ക് ജീവചരിത്രത പറയണത് അത്രയ്ക്ക് നല്ലൊരു വായനക്കാരനായിരുന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്ന് യുദ്ധത്തിൽ പെട്ട് പരിക്ക് പറ്റി കഴിയുമ്പോൾ കിടപ്പിലാവുമ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ളൊരു സമയം ഇവർക്ക് ഇങ്ങനെ വായന ശീലമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള സമയം തന്നെയാണ്. ആൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് പുസ്തകം വേണം. പക്ഷെ അവിടെ വേറെ ആളുടെ ടൈപ്പിലുള്ള പുസ്തകങ്ങളൊന്നുമില്ല. ആകെ 2 പുസ്തകങ്ങളുള്ളത്, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റും പിന്നീട് ഈശോയെ അനുകരിച്ച വിശുദ്ധന്മാരെ കുറിച്ചുള്ളൊരു പുസ്തകവും. ആദ്യമൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, അവന് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മടുക്കുമ്പോൾ അത് മാറ്റിവെക്കും. എന്നിട്ട് താൻ നേരത്തെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയിലേക്ക് പോകും. ഇങ്ങനെ വീണ്ടും തിരിച്ചു വരും, ഇതാണ് ഇപ്പോൾ വായിക്കാനായിട്ടുള്ളത്, ഇത് കൊള്ളാമല്ലോ. വിശുദ്ധരെക്കുറിച്ചും ഈശോയെ അനുകരിക്കുന്നതിനെക്കുറിച്ചുള്ള വഴികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിലേക്കൊരു ചായ്വ് വരുന്നുണ്ട്. പക്ഷേ അറിയാലോ, ഇതുപോലുള്ളൊരു പുസ്തകം കുറേ നാൾ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിനെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുപോയി ബൈബിൾ കൊടുത്താൽ അവന് ഡിസ്ട്രാക്റ്റഡ് ആണ്, അവന് വായിക്കാൻ പറ്റില്ല. അവൻ്റെ ചിന്ത മുഴുവൻ ഇങ്ങനെ മറ്റ് നോവലുകളിൽ കിടക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ കടന്നുപോയൊരവസ്ഥയുണ്ട്. വേറൊരിടത്തും പോകാനില്ല, കാലുകുത്താൻ വയ്യ, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആ സമയത്ത് ഈ 2 പുസ്തകങ്ങളാവുള്ളത്. അന്ന് അറ്റാച്ച്ഡ് ആവുന്നുണ്ട്, പക്ഷേ അതേസമയം തന്നെ പിന്നെ മറ്റ് പുസ്തകങ്ങളുടെ ചിന്തകളിലോട്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളിങ്ങനെ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്ന വലിയൊരു സന്തോഷമോ ഒരു ഉത്തേജനമൊക്കെ ഉണ്ട്. ഇത്രയും നാൾ വായിച്ചിരുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബൂമിങ് ഉണ്ട് ഒരു ലൈഫിന്. പെട്ടെന്നുണ്ടാകുന്നൊരു ഉത്തേജനം, വലിയൊരു ബലമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ചിന്ത അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, ഞാൻ എംപ്റ്റിയാണ്, എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് ഞാനൊന്നും അല്ലാതായി പോകുന്ന, വല്ലാതെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ഒരു വാക്വം നിറയുന്നൊരവസ്ഥ. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുമ്പോൾ, അവനെ അനുകരിച്ച വിശുദ്ധരെക്കുറിച്ച് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത അപ്പോഴും വായിക്കുമ്പോഴും അതിനുശേഷവും അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഉള്ളിൽ സന്തോഷം തരുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷം ഇങ്ങനെ ക്രിസ്തു എന്നുള്ളൊരു വാക്കിനൊരു മനുഷ്യന് തരാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും അവരെ പോലെ ആയിക്കൂടാ? അതായിരുന്നു ചിന്ത. അതാണ് ചിന്ത വന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? വിശുദ്ധ അന്തോനീസിനെ പോലെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ കർത്താവിനെ കുറിച്ച് ചേർത്ത് നിന്ന് ആഘോഷിച്ചതുപോലെ, ജീവിതം സന്തോഷിച്ചതുപോലെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? അതായിരുന്നു ചിന്ത. അതെ, അവരെങ്ങനെയാണോ ഫേമസ് ആയേക്കണത്, അവരെങ്ങനെയാണോ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതെന്നായിരുന്നില്ല. തെറ്റിദ്ധാരണ തിരുത്തിയേ പറ്റുള്ളൂ. അത്രയ്ക്ക് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് നടക്കാൻ വേണ്ടി ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ചിന്തയും. വിശുദ്ധന്മാരും വിശുദ്ധകളും എന്ന് വിളിക്കപ്പെടുന്ന അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതം എങ്ങനെയാണോ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്, അപ്പോൾ അവർക്ക് എങ്ങനെയാണോ സന്തോഷം കിട്ടിയിരുന്നത്, ആ സന്തോഷം എന്തുകൊണ്ട് എനിക്കും കിട്ടിക്കൂടാ? ഞാനിപ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ ഈശോയെ അനുഗമിക്കാനായിട്ട് പോവാം. അങ്ങനാണ് പോരാളിയായിരുന്ന ഒരാൾ, ഈ ലോകത്തിൻ്റെ വായനകളിൽ മാത്രം മുഴുകിയിരുന്ന ഒരാൾ പിന്നീട് ക്രിസ്തുവിനെ വായിക്കാൻ തുടങ്ങുന്നതും ക്രിസ്തുവിനെ കുറിച്ച് എഴുതാൻ തുടങ്ങുന്നതും ഈ ക്രിസ്തുവിൻ്റെ പോരാളിയായിട്ട് മാറണതും.
വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള നമ്മുടെ മുൻപിൽ ഇട്ട് തരുന്നത് പ്രധാനപ്പെട്ട ചിന്ത അത് തന്നെയാണ്. അവനും അവൾക്കും വിശുദ്ധനാവാം, വിശുദ്ധയാവാം. എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനാകാനായിട്ട് പറ്റില്ല? വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയ്ക്ക് യുദ്ധം ചെയ്യാൻ പോയ ഒരാൾക്ക്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിൽ മാത്രം അഭിരമിച്ചിരുന്ന ഒരാൾക്ക് ഇതുപോലെ വലിയൊരു വിശുദ്ധനാവാൻ പറ്റുമെങ്കിൽ എനിക്കും പറ്റൂലേ? നിസ്സാര ചോദ്യമല്ല, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചോദ്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ രൂപക്കൂട്ടിക്കയറി നിൽക്കുന്ന, സാധാരണ നമ്മുടെ വാക്കുകളുണ്ടല്ലോ, രൂപക്കൂട്ടിക്കയറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ വന്ന് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ലോകത്തെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ലോകത്തിന് മുകളിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, ക്രിസ്തു നൽകുന്ന സന്തോഷം ജീവിക്കാൻ എനിക്കെന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. വിശുദ്ധ ഇഗ്നേഷ്യസെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തരുന്ന സന്തോഷം അതിൻ്റെ ശരിയായ തികവിൽ അനുഭവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ യഥാർത്ഥ സന്തോഷത്തിനായി നമുക്ക് മുട്ടിന്മേൽ നിന്ന് ആശീർവാദത്തിനായി യാചിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഇഗ്നേഷ്യസിനെ കണക്ക്, ഇഗ്നേഷ്യസ് ലോയോളയെ കണക്ക് ഇങ്ങനെ ഈ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒന്ന് വായിക്കണം. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആഗ്രഹത്തിന്, നിന്റെ സന്തോഷത്തെ സ്വീകരിക്കാനായിട്ടുള്ള എൻ്റെ ആഗ്രഹത്തിന് അങ്ങുത്തരം തരുന്ന രാത്രിയായിരിക്കട്ടെ ഇതെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.